ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പോകാതിരുന്നുകൊണ്ട് വൈകിട്ട് അമ്പലത്തിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് പോകുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് പരിപാടി ഉണ്ടായിരുന്നു, അതായത് കൈകൊട്ടിക്കളിയുണ്ട്, പിന്നെ എന്തോ ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാണാൻ പോകുവാണ്. അപ്പോൾ പോകുന്ന വഴിയാണ്, ഇരുട്ടായിരുന്നു, 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു കടയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങിയ സമയത്ത് കുട്ടികളും എല്ലാവരും കൂടി അവിടെ നിന്ന് കളിക്കുകയും ഓരോരുത്തരൊക്കെ ഇത് സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും പരിപാടി കാണാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അതുക്ക് മുമ്പ് കഞ്ഞി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞി മേടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അതുണ്ടപ്പോഴത്തേനും കുട്ടികൾക്ക് ബലൂണും കപ്പലണ്ടിയൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞങ്ങൾ പൊറുക്കുകയും ചെയ്തു. അപ്പോൾ കഞ്ഞി എന്തായാലും ഞങ്ങൾ ക്യൂ നിന്ന് മേടിച്ചിട്ടുണ്ട്. കഞ്ഞി ഭയങ്കര ബോറായിരുന്നു. ഉച്ചക്കത്തെ ചോറിൻ്റെ മിച്ചം വന്ന് എടുത്ത് കഞ്ഞിയാക്കി വെച്ചേക്കുവാണ്. പിന്നെ അച്ചാർ പിന്നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പയറൊന്നും ഉണ്ടായിരുന്നില്ല. മെയിനായിട്ടുള്ള കാര്യം അടുത്തൊരു മരിപ്പുണ്ടായി. അപ്പോൾ എന്താ പറയുക, പലതും തടസ്സത്തിലായി. അതുപോലെ തന്നെ ഇവരുടെ ഭജന ഇങ്ങനത്തെ ഒരു രീതിയിൽ നടത്താനല്ല അവർ ഉദ്ദേശിച്ചിരുന്നത്, നല്ല രീതിക്കൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഉള്ളവരൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പാടിയ ഭജനയായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ആ ഫ്രണ്ടിനും ചൊല്ലണം, അവർക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ട് കളിച്ചു കേട്ടോ. പിള്ളേരൊക്കെ അടിച്ച് പൊളിച്ച് കളിച്ചു. അതിൻ്റെ ഇടയ്ക്ക് സിനിമാറ്റിക് സോങ് അതിനകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ മക്കളൊക്കെ ഭയങ്കര തുള്ളലായിരുന്നു. അടിപൊളിയായിട്ട് കളിച്ചു. അത് നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പണ്ടൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്, പണ്ട് ഞങ്ങളുടെ അമ്പലത്തിൽ, അതായത് ഷൺമുഖവിലാസ അമ്പലത്തിൽ ഞങ്ങളുടെ ഒരു നൃത്തകലാ സമിതി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ കളിച്ചാണ് ഓർമ്മ വരുന്നത്. പിന്നെ ഗാനമേളയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് കിടന്ന് തുള്ളാനായിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾ കിടന്ന് തുള്ളുന്ന കണ്ടിട്ടുണ്ടല്ലോ, അടങ്ങിയിരിക്കാൻ തോന്നുന്നേ ഇല്ലായിരുന്നു. ഒത്തിരി പേരൊന്നും കാണാനില്ലാത്ത ഒന്നാമത്തെ കാര്യം, ഒരു മരിപ്പ് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിലുകളിലുള്ളവരെല്ലാവരും അവർ ആഹാരം ഉണ്ടാക്കാനായിട്ട് പോയേക്കുവാണ്. കുടിലിൽ ഇരുന്നവരൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ടു, കഞ്ഞിക്ക് വല്ല കറിയൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട്, അതായത് പയറുണ്ടാവുമെന്ന് കരുതിയിട്ട് അവർ ആഹാരം ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് ഉണ്ടാക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് അങ്ങനെ സംതിങ് ഇഷ്യൂ. അത് കഴിഞ്ഞപ്പോഴത്തേനും നേർച്ചത്തല അതിലും വഴി പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. അപ്പോൾ പരിപാടിയൊക്കെ താലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞു നമുക്കെന്നാൽ പോവാം. അപ്പോൾ എൻ്റെ കൂടെ വന്ന സെറ്റൊക്കെ അവർ നടന്നു പോയി. ഇതുങ്ങളെ എടുത്തുകൊണ്ട് വേണം ഞാൻ നടക്കാൻ. എൻ്റെ ഇളയ സാധനം ഇച്ചിരി പോലും നടക്കത്തില്ല. വണ്ടി കയറി ഞങ്ങളിതേ പൊക്കോണ്ടിരിക്കുകയാണ്. വീട്ടിൽ ചെന്നതിനുള്ള ഏറ്റവും വലിയ ടാസ്ക് ഇതുങ്ങളെ ഉറക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഓക്കേ, സീ യു.